ഇനിയുള്ള പ്രധാന കാരണം അത് നമ്മളെല്ലാവരിലും ഉണ്ട്. അതിലൂടെ നമ്മുടെ ടൂർ കൊളാവും. ഇവരും യാത്രയിൽ സന്തോഷം തല്ലിക്കെടുത്തും പ്രശ്നങ്ങളിലേക്കും പോകും. പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ടൂർ കുളമായി കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ യാത്രയെ ബാധിക്കുന്നതാണ്. 3 കാര്യങ്ങൾ തുറക്കുക യാത്ര മനോഹരമാക്കാനായിട്ട്. എല്ലാവർക്കും യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ വളരെ ആഗ്രഹിച്ച് തയ്യാറെടുക്കുന്ന യാത്രകൾ നമ്മൾ തന്നെ നശിപ്പിച്ചാലോ? അത്തരം ആളുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ആഗ്രഹിച്ച് പോകുന്നൊരു യാത്ര ചിലപ്പോൾ കുടുംബത്തോടൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ ആ യാത്ര നമ്മുടെ പൈസ, നമ്മുടെ സമയം എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ആ യാത്ര നമ്മൾ തന്നെ നശിപ്പിക്കും. ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു യാത്രികൻ എന്നുള്ള നിലക്കും ഒരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലക്കും കുറച്ച് നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായങ്ങളൊക്കെ വെക്കാം. നിങ്ങൾ അതിനോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കൺസേൺ ആവും എന്നുള്ളത്. ഒരു രാജ്യത്തേക്ക് നടത്തുന്ന ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്രയുടെ കളർ മങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും വലിയ വലിയ വാഗ്ദാനങ്ങളും വാചക കസർത്തുകളൊക്കെ കാണാറുണ്ട്. ഞങ്ങള് 2000 രൂപക്ക് മണാലി, 5000 രൂപക്ക് തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസകൾ ഹിഡൻ ചാർജസ് ഒക്കെ ആയിട്ട് അറിഞ്ഞോ അറിയാതെയോ പോയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും അത്തരം പൈസക്ക് പോയി വരിക സാധ്യമല്ല. അത് പലപ്പോഴും കാണുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി പല ട്രാവൽ ഏജൻസികളും നടത്തുന്ന ചതിക്കുഴികളായിരിക്കും. തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 75,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് എന്ന് ഇരിക്കെ ആരെങ്കിലും പറയണം നിങ്ങൾക്ക് ഞാൻ 50,000 രൂപക്ക് ഒരു പവൻ സ്വർണം തരാം, 35,000 രൂപക്ക് ഒരു പവൻ സ്വർണം തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കുക 100% അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ അത് എല്ലായിടത്തുനിന്ന് കട്ടുകൊണ്ടുവന്ന സ്വർണം, അതല്ലെങ്കിൽ അതിനകത്ത് 100% മായം ചേർത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ ടൂറുകളും. ഒരു സാധനത്തിന്റെ വില അതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. ഒരിക്കലും ആപ്പിളിനെ ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോ രാജ്യങ്ങളിലേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തെ കറൻസി, അവിടുത്തെ ജീവിത നിലവാരം ഒക്കെ പ്രധാന ഘടകങ്ങളാണ്. അതിനാൽ തന്നെ വെറുതെ എമൗണ്ട് നോക്കിയിട്ട്, അതായത് ഓവറായിട്ട് നമ്മൾ കുറഞ്ഞ പാക്കേജുകൾ എടുത്ത് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ യാത്ര പൊളിയും, അല്ലെങ്കിൽ ആ യാത്രയുടെ ഭംഗി നിറം മങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ കുറിച്ചിട്ട് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. വീണ്ടും നമ്മുടെ സ്വന്തം യാത്ര നമ്മൾ തകർക്കാതിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് യാത്രകൾ ഓവർ പാക്കാക്കാതിരിക്കുക. പാക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 5 ദിവസം കാണാനുള്ള കാഴ്ചകൾ ഉണ്ടായിരിക്കും, പക്ഷെ അത് 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കുക. കാരണം ബഡ്ജറ്റ് ആണല്ലോ. അപ്പൊ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും തിരക്ക് പിടിച്ച ഓട്ടം, യാത്രകളോട് യാത്രകൾ. നമ്മൾ സാധാരണ ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായിട്ടും ഉല്ലസിക്കാൻ പോകേണ്ടതാണ്. ആ ഉല്ലാസങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കഠിനാധ്വാനം ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? യാത്രകളോട് യാത്രകൾ, വഴിയിലുടനീളം ട്രാഫിക്കും യാത്രകളും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ യാത്ര കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ ഒരിക്കൽ പോലും ആ യാത്രയുടെ മനോഹാരിത ഉണ്ടാവില്ല. പകരം നമ്മൾ കണ്ട സ്ഥലങ്ങൾക്കും അനുഭവങ്ങൾക്കും അപ്പുറം നമ്മുടെ മനസ്സിലുണ്ടാവുക ആ യാത്രയിൽ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളായിരിക്കും. ഒപ്പം നമ്മൾ ഒരുപാട് നേരം ക്യൂവിൽ കിടന്ന് കൃത്യമായിട്ട് ഭക്ഷണം ഉണ്ടായില്ല. ആകെ ആ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇങ്ങനെയും യാത്രകൾ നശിപ്പിക്കുന്നവരുണ്ട്. മറ്റൊന്ന്, എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ നമ്മുടെ വീടുമായിട്ട് മറ്റേക്കായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. വീടും നാടുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനത്തെ ഒരു സൂക്കേടുള്ള ഒരാളുണ്ട്. കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇപ്പൊ എന്ത് കാണുമ്പോഴും ഇത് നമ്മുടെ നാട് പോലെയല്ല, ഇത് നമ്മുടെ നാട്ടിലില്ലല്ലോ, അതുണ്ടല്ലോ, അങ്ങനെ ഓവർ കമ്പാരിസൺ. കുറച്ചൊക്കെ കമ്പയർ ചെയ്യണം. എന്നാലാണ് നമ്മുടെ മനസ്സ് തുറക്കുള്ളൂ. മനസ്സ് തുറന്ന് കാഴ്ചകൾ കാണാം. കണ്ണുകൊണ്ട് മാത്രമല്ല കാഴ്ചകൾ കാണേണ്ടത്, മനസ്സുകൊണ്ടും കാണും. നമ്മൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറെ കണ്ടിട്ടില്ലേ? ഓരോ സദസ്സുകളിൽ അദ്ദേഹം നടത്തിയ യാത്രകളെ കുറിച്ചിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നത്, ഒരുപാട് ചിന്തകൾ നമുക്ക് കിട്ടുന്നത്, അതൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് കാഴ്ചകൾ കണ്ടതിന്റെ പേരിലാണത്. മനസ്സിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓവർ കമ്പാരിസം ഒഴിവാക്കുക. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എന്റെ വീട്ടിലുണ്ടാക്കി അമ്മ ഉണ്ടാക്കിയ കറി പോലെ ആയില്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ നാട് പോലെയല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനങ്ങൾക്ക് വേഗത കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ വേഗത കൂടുതലാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഓരോന്നിനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പരാതിപ്പെട്ടികളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയം എന്ന് വെച്ചാൽ ആ യാത്ര ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആ നാട്ടിലുള്ള ഗൈഡുമാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർമാർക്കോ ഒക്കെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നവർക്ക് നമ്മളോട് അതൃപ്തി ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. മറ്റൊന്നാണ് നമ്മളിങ്ങനെ ഫോണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരിപാടി. എല്ലാവരെങ്കിലും ഫോണുണ്ട്, സ്മാർട്ട് ഫോണുകളുണ്ട്. ഓൾവേസ് ഫോണിൽ എല്ലാ അപ്ഡേഷനും. ഒരു കാഴ്ച തന്നെ കാണുമ്പോൾ അത് ഫോട്ടോ, പോകുന്ന വഴി ഫോട്ടോ, ഒരു ഭക്ഷണം, അങ്ങനെ ഓരോ
നിമിഷങ്ങളും നമ്മളിങ്ങനെ ഫോൺ അഡിക്റ്റ് ആയിരിക്കുക. അപ്പൊ സത്യം പറഞ്ഞാൽ അത് വലിയ രീതിയിൽ യാത്രനെ ബാധിക്കും. ഓരോ സെക്കൻഡ് ഞാൻ അവിടെ എത്തി ഇവിടെ എത്തി, അത് അപ്ഡേഷൻ ഇത് അപ്ഡേഷൻ. അപ്പൊ നമ്മൾ കണ്ണുകൾ കൊണ്ടല്ല കാഴ്ചകൾ കാണുന്നത്, ക്യാമറയുടെ കണ്ണുകളിലൂടെ, മൊബൈലിന്റെ ക്യാമറ കണ്ണുകളിലൂടെയാണ് നമ്മളെ കാണുന്നത്. അത് തീർച്ചയായിട്ടും ആ യാത്രയുടെ രസം കെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ നമുക്ക് അത് തൃപ്തിപ്പെടുത്താൻ സാധിക്കും. വ്യക്തിപരമായിട്ട് ആ യാത്രയിലൂടെ നമ്മൾക്ക് തൃപ്തി കിട്ടൂല. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ട്രാവൽ ബ്ലോഗേഴ്സ്, ഇപ്പൊ ഞാനായിക്കോട്ടെ, സുജിത്ത് ആയിക്കോട്ടെ, ഇപ്പൊ എനിക്കൊണ്ട് സന്തോഷ് സാർ ആയിക്കോട്ടെ, എല്ലാവരും എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ കാഴ്ചകൾ കാണുന്നത് കണ്ണുകൊണ്ടല്ല ക്യാമറയിലൂടെയാണ് കാണുന്നത്. ഞങ്ങൾക്കത് ശരിയായ രീതിയിൽ അത് അനുഭവിക്കാൻ പലപ്പോഴും പറ്റാറില്ല. എഡിറ്റിംഗ് ടൈമിലൊക്കെ ആയിരിക്കും നമ്മളോട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാൻ ഫാമിലി ആയിട്ട് നടത്തുന്ന യാത്രയിൽ ഞാൻ ബ്ലോഗുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റാറില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. അതിന്റെ പേര് മക്കൾ ചോദിക്കും, പപ്പ ഈ യാത്രയിൽ പപ്പ ക്യാമറ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ക്യാമറ ഉള്ള യാത്രയും ഇല്ലാത്ത യാത്രയും രണ്ടാണ്. അത്യാവശ്യം ഓരോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുന്നതിലല്ലാണ്ട് ഞാൻ പറയുന്നത്, ഓരോ നിമിഷങ്ങളും ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിനും ടിക്ടോക്കിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ അപ്ഡേഷനും ഓരോ മിനിറ്റുകളും നമ്മൾ അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യണത് യാത്രയുടെ ആ സന്തോഷം കെടുത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഒരു യാത്ര ആസ്വാദ്യകരമാണെങ്കിൽ 3 കാര്യങ്ങൾ തുറക്കണം. 1 കണ്ണ് തുറക്കുക, 2 മനസ്സ് തുറക്കുക, 3 പേഴ്സ് തുറക്കുക. അപ്പൊ ഇതിനകത്ത് ഈ പേഴ്സ് തുറന്ന് സ്പെൻഡ് ചെയ്യുന്നതിൽ ചിലർ അമിതമായിട്ട് സ്പെൻഡ് ചെയ്യും. ഈ അമിതമായിട്ട് സ്പെൻഡ് ചെയ്യണതും പ്രശ്നമാണത്. അത് നമുക്ക് പല രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും വഴിയെ. അതിനേക്കാൾ ഉപരിയുള്ള പ്രശ്നമാണ് അത്തരക്കാർ കുറച്ച് കുറവാണ് അമിതമായിട്ട് സ്പെൻഡ് ചെയ്യുന്നവര്. അല്ലാത്ത ആൾക്കാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഈ യാത്രയുടെ മൂഡ് തന്നെ കളയുന്ന ആൾക്കാരുകളുണ്ട്. അത് വളരെ പ്രശ്നമാണത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മൾക്ക് തന്ന ആരോഗ്യം, സമ്പത്ത്, അത് അവർക്കും കൂടി അർഹതപ്പെട്ടതാണ്. നമ്മൾ എത്ര പേർക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വഴിയോര കച്ചവടക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ മാന്യമായിട്ടുള്ള വിലയൊക്കെ കൊടുക്കുക. പക്ഷെ അതും അവർക്കും കൂടി നഷ്ടത്തിലാവുന്ന രീതിയിൽ ഈ അനാവശ്യ പിടിവാശികള്, തർക്കങ്ങള്, പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മളെ സംബന്ധിച്ചോളം ദൈവം നമുക്ക് തന്നേക്കുന്ന ആരോഗ്യവും സമ്പത്തും ഉള്ള സാഹചര്യം കൂടി ഉള്ളതിന്റെ പേരിലാണ് നമ്മൾ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മളത് മനസ്സറിഞ്ഞ് മേടിക്കുക. അതിലൂടെ അവരുടെ കുടുംബത്തിനും കൂടിയും സഹായകരമാവേണ്ടത്. മുമ്പ് സന്തോഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അത് നമ്മുടെ നാട്ടിൽ നിന്ന് ചോറൊക്കെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയി മൂന്നാറിൽ പോയി കാഴ്ചകൾ കണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ആ വേസ്റ്റുകളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്നതല്ല ടൂർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണത്. നമ്മൾ ഓരോ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ മേടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെ തന്നെ തികഞ്ഞ ഒരു ആത്മസംതൃപ്തിയും കൂടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്നാണ് പ്രാദേശിക മര്യാദകള് പാലിക്കാതെ യാത്ര ചെയ്യുന്ന ആൾക്കാർ. അവരും യാത്രയിൽ സന്തോഷം തല്ലിക്കെടുത്തും പ്രശ്നങ്ങളിലേക്കും പോകും. ഉദാഹരണത്തിന് പല ടെമ്പിളുകളൊക്കെ, തായ്ലൻഡ് ഒക്കെ പറയുമ്പോൾ പല ടെമ്പിളുകളിലൊക്കെ ചെല്ലുമ്പോൾ നാട്ടിലുള്ള ഡ്രസ് കോഡിൽ നിന്ന് മാറിയിട്ടൊക്കെ കുറച്ചും കൂടി നല്ല ഫാഷനൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ആ ഡ്രസ് കോഡൊക്കെ പാലിക്കാതെ അത് പറയുമ്പോൾ അതിനുവേണ്ടി തർക്കിക്കുക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അവിടുത്തെ നാട്ടുകാരെ ഡിസ്റ്റർബ് ചെയ്യുക, പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പലവരെ കളിയാക്കുക. അത്തരം കാര്യങ്ങളിലൂടെ പെട്ടെന്ന് സിറ്റുവേഷൻസ് ഒക്കെ മാറും. ചിലപ്പോൾ നാട്ടുകാർ ഒന്നിക്കുക, അല്ലെങ്കിൽ നമ്മളായിട്ടൊരു തർക്കങ്ങളിലേക്ക് പോകുക, അല്ലെങ്കിൽ പോലീസ് ഇടപെടുക, അങ്ങനെ വിഷയങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂഡ് ഓഫ് ആകും. അതിലൂടെ നമ്മുടെ ടൂർ കൊളാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ സന്തോഷിക്കാൻ പോയിട്ട് ഒരു വിഷമത്തിലേക്കാവരുത്. അപ്പൊ അതിനാൽ തന്നെ ഏത് രാജ്യത്ത് ചെന്നാലും പ്രാദേശിക മര്യാദകള് നല്ല രീതിയിൽ പാലിക്കുക. അത് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ നാടിന്റെ സൽപ്പേര് ഉയർത്താനും അത് ഉപകരിക്കും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സ് തുറക്കാത്തതിന്റെ പ്രശ്നമാണ് കേട്ടോ. പേഴ്സ് തുറക്കാത്തതിന്റെ പ്രശ്നം വെച്ചാല് അവിടെ എത്തി, ആ ഒരു രാജ്യത്ത് എത്തി, കാഴ്ചകൾ കാണുന്നു, ഭയങ്കര പിശുക്കായിരിക്കും. മര്യാദക്ക് ഭക്ഷണവും വെള്ളമൊന്നും ഉണ്ടാവില്ല. പരമാവധി കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാൻ ശ്രമിക്കും. പക്ഷെ തീർച്ചയായിട്ടും കൃത്യമായ രീതിയിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ, ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ ശരിയായ രീതിയിൽ അത് വലിയ രീതിയിൽ നമ്മളത് ബാധിക്കും. ശരിയായ രീതിയിൽ കാഴ്ചകൾ കാണാനും അത് എൻജോയ് ചെയ്യാനൊന്നും സാധിക്കില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ 3-4 പേര് ഒരു 1/2 ലിറ്റർ വെള്ളം മേടിച്ചിട്ട് 5 പേര് ഷെയർ ചെയ്ത് കുടിക്കുക. അല്ലെങ്കിൽ പലർക്കും ഒരു ധാരണയാണ്, ഞാനിപ്പോ ഇവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും മേടിച്ച് കൊടുക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ശരിയായ രീതിയിൽ
വെള്ളം കുടിക്കാതെ യാത്ര ചെയ്തിട്ട് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നവര്, ഭക്ഷണ കാര്യത്തിൽ ലുബ്ധിക്കുന്നവര്, പിശുക്ക് കാണിക്കുന്നവര്. ഞാൻ എപ്പോഴും പറയും, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, യാത്രയിലുടനീളം ഫുൾ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറയും. അപ്പൊ ഇതൊക്കെ യാത്രയെ ബാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഭക്ഷണ കാര്യത്തിൽ പുറകോട്ട് നിൽക്കും, വെള്ളം കുടിയിൽ പുറകോട്ട് നിൽക്കും. സ്ത്രീകൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകണ്ടേന്നൊക്കെ കരുതിട്ട് ഇങ്ങനെ വെള്ളം കുടിയിൽ പുറകോട്ട്. ഇതിലൂടെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ടൂർ കുളമായി കാണാറുണ്ട്. സോ വളരെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് ഭക്ഷണവും വെള്ളവും കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് ടൂർ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സബ്ജക്ട് അറിയാലോ, സ്വന്തം നിലക്ക് ടൂർ പോയി സ്വന്തം ടൂർ സ്വന്തം നില നശിപ്പിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഇത് പ്രസക്തമല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനിയുള്ള പ്രധാന കാരണം അത് നമ്മളെല്ലാവരിലും ഉണ്ട്, ഈഗോ, മോശം മനോഭാവം. ഒരു യാത്രക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് അത് സന്തോഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പോയി ഒരു സ്ഥലത്തിലും ഭയങ്കര മഴ, പണ്ടാറടി ഈ മഴ ആകെ പ്രശ്നമാണല്ലോ എന്ന് കരുതിയാൽ പോയി. നേരെ കുറച്ച് ദൈവമേ നല്ല മഴ, എന്തായാലും തൽക്കാലം മഴ ആസ്വദിക്കാം. അല്ലെങ്കിൽ അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള പല കാലാവസ്ഥകളിലൂടെയും നമ്മൾ കടന്നു പോകാം. ചിലപ്പോൾ റോട്ടിൽ വലിയ ട്രാഫിക് ഇഷ്യൂസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പല പല ഘടകങ്ങളുണ്ടാവും യാത്രയെ തടസ്സപ്പെടുത്തുന്ന. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നൊക്കെ മാറി ഒറ്റക്കോ കുടുംബസമേതോ കൂട്ടുകാരോ എടുത്ത് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു ട്രാഫിക് ജാമോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ മാനസികമായിട്ട് ബാധിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ടൂർ ചിലപ്പോൾ കുറച്ച് ഡിലേ ആകാം, എത്താൻ കുറച്ച് വൈകാം, ചിലത് മിസ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ മാനസികമായിട്ട് നമ്മളെ മനോഭാവത്തിനെ തകർക്കരുത്. ആ മനോഭാവം തകർത്താൽ തന്നെ നമുക്ക് പിന്നെ ഒന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചെറിയ ഒന്ന് ഡിലേ ഗൈഡുമായിട്ട് തല്ലുപിടിക്കുക, ഗൈഡിനോട് തട്ടിക്കയറുക, ഡ്രൈവറോട് തട്ടിക്കയറുക, പല ഘടകങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പൊ നല്ലൊരു മനോഭാവം, ഈഗോ ഒന്നും ഇല്ലാത്ത നല്ലൊരു തുറന്ന മനസ്സോട് കൂടിയിട്ട് എന്ത് വരട്ടെ ഏതൊരു സാഹചര്യത്തിനെയും ഹാപ്പി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, പ്രത്യേകിച്ച് ടൂർ പോകുന്ന സമയത്താണെങ്കിൽ ആ ടൂറ് മോശമാവാതിരിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനുള്ളത്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് അത് അവതരിപ്പിക്കാം. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ എപ്പോഴും പറയും, എന്റെ യാത്രകളിൽ 3 കാര്യങ്ങൾ തുറക്കുക യാത്ര മനോഹരമാക്കാനായിട്ട്. മനസ്സ് തുറന്ന് കാഴ്ചകൾ കാണുക, പേഴ്സ് തുറക്കുക, വായ തുറക്കാൻ പറയും. നല്ല ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു യാത്ര, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള നല്ലൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മള് കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന കാഴ്ചകൾ കാണുകയാണെങ്കിൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ആ യാത്രയിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അല്ലാതെ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ച് കുറച്ച് കള്ള കുടിച്ച് ഉറങ്ങി ഓർമ്മ വരുമ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കാണാന്ന് വെച്ചാൽ ഈ ഡിഗ്രി കിട്ടൂല. മനസ്സ് തുറന്നത് വീണ്ടും വീണ്ടും പറയുന്നു, മനസ്സ് തുറന്ന് ഓരോ കാഴ്ചകളും കണ്ണിൽ നിന്നും മറയുമ്പോൾ മനസ്സിലേക്ക് അതിന്റെ സത്ത് വലിച്ചെടുക്കുക എന്നുള്ളതാണത്. അതിലൂടെ നിങ്ങൾ നല്ല യാത്രക്കാരനാകും. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന നല്ലൊരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും അഭിപ്രായങ്ങൾ ആരായാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഒരു യാത്ര എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു അസറ്റ് തന്നെയാണ് കേട്ടോ. ഒരു നല്ലൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഓർമ്മ നശിക്കും വരെ, അതായത് നമ്മുടെ മരണം വരെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും. എന്നതിനാൽ തന്നെ നമ്മൾ പോകുന്ന ഓരോ യാത്രയും അവിസ്മരണീയമാക്കുക. നമ്മുടെ ലൈഫില് എന്നും ഓർത്തിരിക്കുന്ന ദിവസങ്ങൾ, അതായത് എവർ ഗ്രീൻ മെമ്മറബിൾ ഡേയ്സ് ആക്കി മാറ്റാൻ ശ്രമിക്കേണ്ടത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണത്. അത് ഒരിക്കലും ഒരു ട്രാവൽ ഏജൻസിക്കോ ഒരു ഗൈഡിനോ ഒരു ഡ്രൈവർക്കോ ചെയ്തു തരാൻ സാധിക്കില്ല. ഞാനടക്കമുള്ള ട്രാവൽ ഏജൻസികൾക്ക് ചെയ്തു തരാൻ സാധിക്കും. സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തരാൻ സാധിക്കും. സന്തോഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തഭിപ്രായങ്ങളായിരുന്നാലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല നല്ല ട്രാവൽ വീഡിയോകൾ ഉപദേശങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.